ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻട്രോ കൊടുക്കുന്നത് നമ്മളെ വീട്ടിൽ നിന്നൊന്നുമില്ല കേട്ടോ. നല്ല ഒരു എന്താ പറയുക, മനസ്സിന് നല്ലൊരു സുഖവും സമാധാനവും ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് നിന്നാണ്. നമ്മൾ അമ്പലത്തിലാട്ടോ. അപ്പോൾ രാവിലെ ഞാനും ഉണ്ണിക്കുട്ടിയും കൂടെ അമ്പലത്തിൽ വന്നതാണ്. നമ്മളെ വാക്കുട്ടി വന്നിട്ടില്ല കേട്ടോ. വാക്കുട്ടിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. വീട്ടിൽ തന്നെ ഇല്ല സാധനം ഇരിക്കുന്നുണ്ടോ? അത് പവർ ഗ്ലാസ് ആണ് കേട്ടോ. വെയിലടിച്ചപ്പോൾ ഗ്ലാസ് ഡേ നൈറ്റ് ഗ്ലാസ് ആയിരുന്നു കേട്ടോ. പക്ക കൂളിംഗ് ഗ്ലാസ് ആയി. അപ്പം നമ്മളിവിടെ ഗണപതി ക്ഷേത്രത്തിലാണ് കേട്ടോ വന്നേക്കുന്നത്. നല്ല സമാധാനമുള്ള ഒരു അമ്പലം കേട്ടോ. ഞാനിവിടെ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ നമ്മുടെ ചെനക്കത്തൂർക്കാവ് അങ്ങനെയൊക്കെ ഞങ്ങൾ പോകാറുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ കുറച്ച് അമ്പലങ്ങൾ കവർ ചെയ്യാമെന്ന്. അപ്പോൾ കഴിഞ്ഞ വട്ടം നമ്മളൊരു വിഷ്ണു ക്ഷേത്രത്തിൽ പോയി. ഇപ്രാവശ്യം നമ്മളിത് അവിടെ എന്താ പറയുക, ഇവിടെ വന്നിരിക്കുക കേട്ടോ. ഇന്ന് നമ്മൾ ദിവസം വരണമെന്നാണ് ഇപ്പോൾ ഈ ആളുടെ പറച്ചിൽ. അമ്പലത്തിൽ വന്നപ്പോൾ നല്ല സമാധാനം ഉണ്ട് വെച്ചിട്ട്. പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. മരവും നല്ല, അയ്യോ മാങ്ങ നോക്ക്, അയ്യോ മാങ്ങ കണ്ടോ മുകളിലാണ്. അത്രയും മുകളിൽ എങ്ങനെയും ഇത്രയും മുകളിൽ നമ്മളെങ്ങനെ പൊട്ടിക്കാല്ലേ. പക്ഷെ ഉള്ളത് നല്ല മാങ്ങയാണെന്ന് തോന്നുന്നത്. ഏതൊരു അമ്പലത്തിൽ വന്നാലും നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് വേണം പോകാൻ എന്ന് പറയുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് പോവാണ്. നമ്മളങ്ങനെ പ്രാർത്ഥിച്ച ഉടനെ പോകാൻ പാടില്ല, കുറച്ച് നേരം ഇരിക്കണം. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കുക സമാധാനമായിട്ട്. നല്ലൊരു സുഖമാട്ടോ മനസ്സിനിങ്ങനെ. ചെറുതിനെ കൊണ്ടുവരാണ്ടൊരു ഇടങ്ങറുണ്ട്. ചെറുത് വീട്ടിലില്ല കേട്ടോ. ചെറുതിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അപ്പം നമ്മൾ സമയം വൈകി വെച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇല്ല കേട്ടോ, ഇവിടെ 10 മണി വരെയൊക്കെ ഉണ്ട്. എന്നിട്ട് വാ. ഓ ഈ അത് പൊട്ടിച്ച് കളഞ്ഞു അല്ലേ. എൻ്റെ വാക്കുട്ടി വാങ്ങിച്ചിട്ട് വന്ന ബാഗാട്ടോ മണാലി പോയപ്പോൾ. പക്ഷേ അവൾ അതിൻ്റെ ടാഗ് പൊട്ടിച്ച് കളഞ്ഞിരിക്കുക. ഞാൻ അതിൻ്റെ വാക്കുട്ടി വാങ്ങിച്ചതല്ലേ വെച്ചിട്ട് വെച്ചതാ. അവൾ ആ കുട്ടി പൊട്ടിച്ച് കളഞ്ഞിരിക്കുക. എത്ര ധൈര്യമുണ്ട് കുട്ടിക്ക്. ഫോട്ടോ എടുക്കുക. കുറഞ്ഞ ഞാൻ എടുത്തു കൊടുത്തു, എന്നിട്ട് വീണ്ടും എടുക്കുക. കോമഡി അതൊന്നുമല്ല കേട്ടോ. രാവിലെ വരെ ഉറങ്ങിയിട്ടില്ല തലവേദനിച്ചിട്ട്. ചില സമയത്ത് അങ്ങനെ രാവിലെ വരെ ഉറങ്ങില്ല, തലവേദന വന്ന്. അപ്പം ഞാൻ എന്താ വിചാരിച്ച് 6 മണി വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഇന്നലെ രാത്രി ഞങ്ങൾ അമ്പലത്തിൽ പോവാച്ചിട്ടാണ് പ്ലാൻ ചെയ്ത് കിടന്ന്. അതിനിടെ തലവേദന ഒന്ന് ഗുളി എടുത്ത് കഴിച്ചു. ഗുളി കഴിച്ച പിന്നെ ഉറങ്ങാൻ പറ്റില്ല. പിന്നെ 6 മണി വരെ ഒരു 5 മിനിറ്റ് പോലും ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഇനി പോയിട്ട് വേണം ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്താ വിചാരിച്ചു വെച്ചാൽ 6 മണിക്ക് എണീറ്റിട്ട് കുക്ക് ചെയ്തു. ഇന്ന് സഹായത്തിന് വരുന്ന ആൾ വരുന്നില്ല കേട്ടോ. കാരണം അവരുടെ ചേച്ചിക്ക് എന്തോ സർജറി എന്ന് പറഞ്ഞിട്ടൊന്നും നാളെയും വരില്ല. അപ്പോൾ എന്തായാലും കുക്ക് ചെയ്തു. രാവിലെ തന്നെ പെട്ടെന്ന് കുക്ക് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത് പോയിട്ട് ഉണ്ണിക്ക് ദോശ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ചോറ്, കറി, തോരൻ അതൊക്കെ ഉണ്ടാക്കി കേട്ടോ. എന്നിട്ടാണ് 7:30 കുളിച്ച് 8 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ വന്നത്. അങ്ങനെ ബാ പോവാന്നാ. ഞങ്ങൾ വരുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട്. എന്തേ അമ്പലവാസി കുട്ടി അയ്യോ വീട്ടിലേക്ക് വിളിച്ചിട്ട് വരുന്നില്ല. കുട്ടി പറയട്ടെ. നല്ല മരങ്ങളൊക്കെ ആയിട്ടേ നല്ല തണുപ്പാട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ നല്ല ചൂടല്ലേ. പക്ഷെ ഇവിടെ നല്ല തണലാകുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് പോകും നമ്മളില്ലുണ്ണി. അമ്പലവാസി കുട്ടിയാ. ചെറുതിന് നോക്ക്. ചെറുത് നമ്മളെ വീട്ടിലല്ലാത്ത പോലെ ചെറുതിന്റെ ജീവിതം. അവളവിടെ റെന്റിന് ഇരിക്കണ പോലെയാണ് അവളുടെ കാട്ടില്. ഹലോ ഗൈസ്, ഈ പ്രാന്തത്തിയുടെ കൂടെയുള്ള യാത്ര വളരെ ദുർഘടാണ് ഗൈസ്. ഞങ്ങളിപ്പോ എങ്ങോട്ട് വന്നിരിക്കാന്ന് വെച്ചാൽ റീസ്റ്റൈൽ കൾച്ചറിലോട്ട് വന്നിരിക്കുക. ഒരു ഇളനീരിന്റെ വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മൾ ആ പീക്കദാസ് വരെ പോയി. ഫൺ. പിന്നെ കണ്ണ് വരെ ഇതിൽ ഒഴിക്കണത് പച്ചവെള്ളല്ല, പെട്രോളാ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് വന്നിരിക്കുന്നത് വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ, അപ്പൊ നമുക്ക് റീസ്റ്റൈലിൽ വരേണ്ട ആവശ്യമുണ്ട്. നമ്മൾ അടുത്ത നമ്മളിപ്പോ മൂന്നാമത്തെ ഗീവ് അവേയാണ് നമ്മൾ ഇൻസ്റ്റയില് നമ്മള് കൊടുക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവരുണ്ട് വെച്ചാൽ ഫോളോ ചെയ്തോളൂ. ഓടിപ്പോയിട്ട് കേട്ടോ. ഗീവ് അവേ എന്ന് പറയുന്ന ചെറിയ സാധനം ഒന്നുമല്ല, നല്ല അപാര അടിപൊളി വലിയ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും നമ്മുടെ മറ്റേ യൂട്യൂബ് ഫാമിലി കാണുന്നവർ ആരെങ്കിലും ഫോളോ ചെയ്തിട്ടില്ല വെച്ചാൽ ഓടിപ്പോയിട്ട് ഫോളോ ചെയ്ത് വെച്ചോളൂ. നമ്മളെ 3 പേരുടെ അക്കൗണ്ടും പിന്നെ മന്ദാരയുടെ അക്കൗണ്ടും കേട്ടോ. കാരണം നമ്മള് 2 പേരും കൂടിയാണ് നമ്മള് മന്ദാരയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നമ്മളെ ഗേൾസിന് നമ്മളുടെ സ്പോൺസർ മന്ദാരയാണ് കേട്ടോ. അപ്പൊ അടിപൊളി. ഇനി ഇപ്പൊ ഈ ഒരു വിഷുവിന്റെ തിരക്ക്, കല്യാണത്തിന്റെ തിരക്ക് കാരണമാണ് ഇത് കഴിഞ്ഞ നിറയെ അടിപൊളി ഗേൾസിനൊക്കെ പറ്റുന്ന ഡ്രസ്സുകൾ നമ്മൾ ഇറക്കുന്നുണ്ട്.
അപ്പൊ എന്തായാലും എല്ലാരും പോയി ഫോളോ ചെയ്ത് വെച്ചു. അപ്പൊ എന്തായാലും മൂന്നാമത്തെ ഗിവവേക്കുള്ള ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. അവിടുന്ന് പകുതി ഇന്നലെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ 2 മിസ്സിംഗ് ആയിട്ടുണ്ട്. അപ്പൊ അത് എടുക്കാൻ വേണ്ടി പോവാണ്. ഇപ്രാവശ്യത്തെ വിഷു കൈനീട്ടം ഗിവവേ അടിപൊളിയാണ്. അപ്പൊ എല്ലാരും നമ്മളുടെ ഇൻസ്റ്റാഗ്രാം കുടുംബത്തിലേക്ക് വരൂ കേട്ടോ. പിന്നെ യൂട്യൂബ് ഫാമിലിക്ക് നമ്മള് ഗീവ് അവേ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അടുത്ത് തന്നെ ഉണ്ട്. വരൂ, അപ്പൊ വരൂ. ഹലോ, അപ്പൊ നമ്മൾ അമ്പലത്തൊക്കെ പോയി വീടെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് വൈകി കേട്ടോ. നമ്മൾ റീസ്റ്റൈൽ കൂടെയൊക്കെ പോയിട്ടാണ് വന്നത്. പോകുമ്പോ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോ ഒരു കാര്യം ഉണ്ടായിട്ടോ. അതെനിക്ക് ഭയങ്കര വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. വേറെ ഒന്നുമല്ല, ഇവിടെ എപ്പോഴും ഒരു അമ്മ വരും. ഞാൻ ഇതിന് മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും വരും. ആ അമ്മ വരുന്നത് എന്റെ വീടിന്റെ അടുത്തുനിന്നാട്ടോ. നമ്മൾ എവിടെയെന്ന് വെച്ചാൽ മണിയമ്പാറ പറഞ്ഞ ഒരു 10-20 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന്. അവിടെ നിന്നാണ് ആ അമ്മ വരുന്നത്. പരുത്തിപ്പുള്ളി എന്നുള്ള ആ ഒരു സ്ഥലത്ത് നിന്നൊക്കെയാണ്. അപ്പോൾ കുറെ നാള് മുമ്പ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതാട്ടോ. അപ്പൊ ഞാൻ അത്യാവശ്യം അവര് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു അമ്മയാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, ഞാനിങ്ങനെ കണക്കൊന്നും നോക്കില്ല, പൈസ കൊടുക്കും. ആദ്യമൊക്കെ ഞാനിങ്ങനെ 10-20 കൊടുത്തിരുന്നുള്ളൂ. പിന്നെ അമ്മ ഒരു ദിവസം നമ്മുടെ അവസ്ഥയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ നോക്കില്ല കേട്ടോ. ഞാൻ അവർക്ക് ആവശ്യം അങ്ങനെ, അപ്പൊ ഞാൻ മരുന്ന് വാങ്ങിക്കാനുള്ള ആവശ്യമുള്ള കാശൊക്കെ ഞാൻ കൊടുക്കും കേട്ടോ. പിന്നെ ഫുഡ് കൊടുക്കും. അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇന്നലെ രാത്രി ഞാൻ ഇങ്ങനെ വിചാരിച്ചു, വിഷുവൊക്കെ അല്ലേ, അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് രാത്രി ഇങ്ങനെ വിചാരിച്ചു കേട്ടോ അമ്മേനെ. ഞങ്ങളിങ്ങനെ അമ്പലത്തേക്ക് മുമ്പ് കയറമ്പാറ എത്തുന്നതിന് മുൻപ് ഈ സൈഡിൽ കൂടെ പാവ ഈ അമ്മ ഇങ്ങോട്ട് നടന്നു വരികയാണ്. പെട്ടെന്ന് കണ്ടത് എനിക്ക് ആകെ ഷോക്കായി. കാരണം ഞാൻ ഇന്നലെ വിചാരിച്ചല്ലോ. അപ്പൊ ഞാൻ ഉന്നോട് പറഞ്ഞു, ഉണ്ണിമ മമ്മി ഇന്നലെ ഇങ്ങനെ വിചാരിച്ചു, അതല്ലേ അമ്മമ്മ പോണു. നമ്മൾ അവിടെ ചെല്ലുമ്പോ ഗേറ്റ് പൂട്ടിയിട്ടുണ്ടാവും, വാക്കുട്ടി ഉണ്ടാവില്ലല്ലോ. വാക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അയ്യോ പാവ, എന്താ ചെയ്യാ, വണ്ടി നിർത്താനായിട്ട് പറ്റിയതുമില്ല ഞങ്ങൾക്ക്. കടക്കുകയും ചെയ്തു. അമ്മമ്മ ഇങ്ങോട്ടും വന്നു. എനിക്ക് ആകെ വിഷമായിട്ടോ. അങ്ങോട്ട് അതിനൊന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ വെച്ചിട്ട് ഞാൻ അവിടെ നിർത്തിയിട്ട് എങ്ങനെ കൊടുക്കാൻ വിചാരിച്ചു. പക്ഷെ അത് പറ്റിയില്ലല്ലോ വെച്ചിട്ട്. പക്ഷെ ഞാൻ എന്നിട്ട് തിരിച്ചു വരുമ്പോൾ പറഞ്ഞു, അയ്യോ അമ്മമ്മേനെ കണ്ടില്ലല്ലോ ഉണ്ണി, എന്താ ചെയ്യാ, എനിക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മുന്നിലുണ്ട് എത്ര ഇതായിച്ചിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് വന്നു. അത്ഭുതം പോലെ എന്റെ മനസ്സ് പോലെ നമ്മളിങ്ങോട്ട് വണ്ടി ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് എത്തി ഇങ്ങോട്ട് തിരിക്കലും അമ്മമ്മ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കണു. എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെ പറയാന്നറിയില്ല, അത്രയും സന്തോഷം കേട്ടോ. ഉണ്ണി അതാ മമ്മി അമ്മമ്മ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ വാവക്കുട്ടി പാവം 30 രൂപ കൊടുത്തിരിക്കണു. അവളുടെ കയ്യിലുള്ള ചില്ലറ ഗൂഗിൾ പേയിലുള്ളതാണ് വാവക്കുട്ടിയുടെ അടുത്ത് ഉണ്ടാവുക. പക്ഷെ അവളുടെ കയ്യിലുള്ളത് കൊടുത്തിരിക്കണു കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ അമ്മമ്മയ്ക്ക് വിഷ് കൈ നീട്ടം കൊടുക്കാൻ വെച്ചിട്ട് പാവം കാത്തിരുന്ന പോലെ തന്നെ വന്നു. ആ സന്തോഷം ഞാൻ അമ്മേനെ കാണിക്കണമെന്നില്ല കേട്ടോ. പക്ഷെ എൻ്റെ ഒരു സന്തോഷം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം കാണിച്ചിട്ട് അവരിനെ ഞാൻ ഇതാക്കുന്നില്ല. പക്ഷെ എൻ്റെ ഒരു സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്തതാ. നമ്മൾ സംസാരിച്ച് ഞാൻ മനസ്സിൽ കേൾപ്പിക്കാം. ദൈവത്തിന് വിളിച്ചിട്ട് എന്റെ കുട്ടീനെ കാണുക നോക്കിയിട്ട് വരാണ്. അതെന്താ കാണാന്? അതെല്ലേ, ഇപ്പൊ കണ്ടില്ലേ? കണ്ടു. ഞാന് അമ്മേനെ കണ്ടപ്പോഴേ എനിക്ക് ആകെ വിഷമായി. തിരിച്ചു വരുമ്പോ കാണൂല്ലേ ചേട്ട്. ഇപ്പൊ എനിക്ക് കണ്ടപ്പോ അത്രയും സന്തോഷായി. ചോറ് വേണ്ടപ്പോ അതെ, ശരി എന്നാ ശരി. എങ്ങനെ വെയിലല്ലേ അമ്മ പോവാൻ? പതുക്കെ പോണം കേട്ടോ. ശരി. ഞാൻ അമ്മേനെ കാണിക്കാത്ത വേറൊന്നുമല്ല കേട്ടോ. ഇനിയിപ്പോൾ അവരുടെ മക്കൾക്കോ അങ്ങനെ ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ സങ്കടം ആവുവെച്ചിട്ടൊക്കെയാണ് ഞാൻ കാണിക്കാതിരുന്നത്. പക്ഷെ അമ്മയുടെ വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതാണ്. ഇനി കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്കും ഇങ്ങനെ കേൾക്കാലോ. ഇപ്പം എത്ര കാലങ്ങൾ കഴിഞ്ഞാൽ ഈ വോയിസൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതടിച്ച് ജസ്റ്റ് എടുത്താണ്. അതിൽ അമ്മ പറയണുണ്ടോ, ഞാൻ വരുമ്പോൾ തന്നെ എൻ്റെ കുട്ടീനെ കാണുമോ വെച്ചിട്ടാണ് ഞാൻ വരുന്നത് എന്ന്. കാരണം എന്താ വെച്ചാൽ ഞാൻ മരുന്ന് വാങ്ങിക്കാനും അങ്ങനെയൊക്കെ കൊടുക്കും. അപ്പോൾ മകനും ഒക്കെ വയ്യാതെ കിടക്കുക അത്ര കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്ക് പറയുക, ഞാൻ എന്താ പറയുക, ആ ഒരു വിഷമം. നമ്മൾക്ക് ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരുടെ പ്രാർത്ഥന മതി നമുക്ക്, അല്ലേ? നമ്മൾ എന്തൊക്കെ തന്നെ നമ്മളെപ്പോഴും ഇല്ലേ അത്രയും അർഹതപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പം ഇന്നലെ നമ്മൾ കുറച്ച് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഉണ്ണിവാവിടെ. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ എനിക്ക് ഇൻസ്റ്റയിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചതാണ്. സത്യം പറഞ്ഞാൽ ആ കുട്ടിയുടെ സങ്കടം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഒരു ടോപ്പായിട്ട് ആ കുട്ടി എന്നോട് ചോദിച്ചുള്ളൂ. അപ്പം ഞാൻ കുറച്ചധികം ഡ്രസ്സ് കൊടുത്തു വിട്ടപ്പോൾ ഇത്രയും ഡ്രസ്സ് ഒരുമിച്ച് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല വെച്ചിട്ട് ഒരു എസ് പോലെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമല്ല ഒരുപാട് എന്താ ഈ കടപ്പാട് എന്നും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ, ഇപ്പം ഞാനിത് നിങ്ങളോട് പറയണത് എന്താ വെച്ചാൽ, നമ്മൾക്ക് ഇതുപോലെ ആൾക്കാരുടെ നമുക്ക് ഒരു
എന്താ പറയുക, ഒരു പ്രാർത്ഥന മതി നമുക്ക്, ഇല്ലേ? നമ്മൾക്ക് കൂടുതലൊന്നും വേണ്ട. നമ്മളെ കുറേ ആൾക്കാർ ഇത് പറയണമെന്നൊന്നുമില്ല. ഇതേപോലെ ഒരു അമ്മമാരുടെ പ്രാർത്ഥന മതി. അതെനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ 1-2 ആൾക്കാരുടെ കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ അമ്മ പറയുന്നത് കേട്ടോ, ഞാൻ എൻ്റെ കുട്ടി ഉണ്ടോ നോക്കിയിട്ട് ഞാൻ ടെൻഷനായിട്ടാണ് വരിക എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ എല്ലാ വീട്ടിൽ നിന്നും 5ഉം 10ഉം അങ്ങനെയൊക്കെയല്ലേ കൊടുക്കുള്ളൂ. അപ്പം അങ്ങനെ ആരും ഇപ്പം അങ്ങനെ കൂടുതലൊന്നും കൊടുക്കില്ല. ഞാൻ അധികം അമ്മയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയത് എൻ്റെ നാട്ടിലത്തേണെന്ന് ആദ്യം പറഞ്ഞൊരു ഇതിലായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ സങ്കടങ്ങളും കൂടി കേട്ടപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു അറിയുന്ന ഒരാൾ പോലെ ആയതാണ്. അപ്പോൾ എപ്പോഴും പറയും കേട്ടോ, ഇങ്ങനെ എൻ്റെ പ്രാർത്ഥന എന്നും ഉണ്ടാവും, എൻ്റെ കുട്ടിക്ക് എന്നും ഉണ്ടാവും എന്നിങ്ങനെ പറയും. അങ്ങനെ എനിക്ക് അമ്മേനെ സത്യം പറഞ്ഞാൽ വീഡിയോയിലൊന്നും എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കും കാണാലോ വെച്ചിട്ട്. പക്ഷെ എനിക്ക് പേടിയാട്ടോ, നമ്മൾ ഇങ്ങനെ അറിയാത്ത അവരിനെയൊക്കെ നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്കത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായി മാറും. അപ്പം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കൊടുക്കാൻ ഇങ്ങനെ ശ്രമിക്കുന്നത്. ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കും അവർക്ക് അർഹതപ്പെട്ട ആൾക്കാർക്കാണ് കേട്ടോ. നമുക്ക് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, എന്താ ഡ്രസ്സ് ഉണ്ടോ ചോദിച്ചിട്ട്. അപ്പൊക്കെ ഞാൻ അവരുടെയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അവർക്കൊക്കെ അത്യാവശ്യം ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ഇട്ട കുട്ടികളായിരിക്കും. അപ്പം ഞാൻ വിചാരിക്കണു, എനിക്ക് ഇതുവരെ നമ്മൾ കൊടുത്ത ആൾക്കാരൊക്കെ അത്രയും ഒരു ഡ്രസ്സ് തന്നെ ഉള്ളൂ, ഇല്ല 5 ഡ്രസ്സേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയച്ച ആൾക്കാർക്കാണ്. അപ്പം ഇന്നലെ കൊടുത്ത കുട്ടി ഒരു ടോപ്പായിട്ട് എന്നോട് ചോദിച്ചത്. പക്ഷെ ഞാനൊരു കുറച്ചധികം ഡ്രസ്സുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയപ്പോൾ ആ കുട്ടിയുടെ ഒരു സന്തോഷം പങ്കുവെച്ചിട്ട് എനിക്ക് കുറച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇങ്ങനെയും ഇന്നത്തെ കാലത്തും ഉണ്ട്. നമ്മൾക്ക് എല്ലാം തികഞ്ഞു തന്നത് സർവേശ്വരൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണ്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടും എല്ലാവരും ജീവിക്കുന്നുണ്ട്. അപ്പോൾ അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തണം എന്നാണ് കേട്ടോ എനിക്ക് ആഗ്രഹം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ഡ്രസ്സൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ പറയും, ഞാൻ ഒട്ടുമില്ലാത്ത അതുപോലെ ഇങ്ങനെ കോളേജിലേക്ക് ഒന്നും മാറിയിടാനൊന്നും ഇല്ല, എന്നാൽ കോളേജിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ ഇടും വേണമെന്നുള്ളൊരു അവസ്ഥയുള്ള കുട്ടികൾക്കൊക്കെയാണ് എനിക്ക് കൊടുക്കാൻ ആഗ്രഹം. അതുപോലെ പുതിയ ഡ്രസ്സാണെച്ചാലും ഞാൻ ഒട്ടും ഇല്ലാത്ത ആൾക്കാർക്കൊക്കെയാണ് കേട്ടോ എടുത്ത് കൊടുക്കാൻ എനിക്കൊരു ഇഷ്ടം. അവർക്ക് കൊടുക്കുമ്പോഴാണ് അത് ശരിക്കും അർഹതപ്പെട്ട കൈകളിൽ എത്തുന്നത്. അതുപോലെയാണ് എൻ്റെ ഈ അമ്മ. സത്യം പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വരും. ഞാൻ ഇങ്ങനെ കാത്തിരിക്കും കേട്ടോ. കുറേ നാൾ കഴിഞ്ഞ് എന്താ വരാത്ത ഞാൻ പറയും. കാരണം എപ്പോഴും അമ്മ ഇങ്ങനെ ഇവിടെ വന്ന് നമ്മളൊന്ന് അനുഗ്രഹിച്ച് ഇതാക്കി പോകും. പക്ഷെ എൻ്റെ വാവക്കുട്ടി നോക്കി നോക്ക്, 30 രൂപ എടുത്തു കൊടുത്തിരിക്കണം. എൻ്റെ മകൾ തന്നെയാണ്. കാരണം ചില കുട്ടികളാണ് ചമ്മല്ല വെച്ചിട്ട് വിടില്ലേ, വിശക്കേ. ഞാനും കുട്ടിയെ പോലെ ഒരു കുട്ടി തന്നെയല്ലേ. രാവിലെ അവിടെ എല്ലാ ഫുഡും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടാവും. ഇങ്ങോട്ട് വാ. എന്താണ് ഇന്നലെ അമ്മ എന്താ ചെയ്ത് ഉറങ്ങി അമ്മ? ഗൈസ്, ഞാൻ ഉറങ്ങിയത് ഒരു 12:13 12:30 പിന്നെ ഒരു 4 ആയപ്പോഴത്തേനൊക്കെ ഞാൻ നീറ്റപ്പോ അടുത്ത് മമ്മിയെ കാണല്ലേ. ഞാൻ മമ്മിയെ ഇന്നലെ മമ്മിയെ പൊലുക്കേ ഞാൻ പേടിച്ചിട്ട് എന്താ വെച്ചപ്പോ ഇങ്ങോട്ട് വാ, ഇവിടെ കടക്ക്. അപ്പൊ ഞാൻ എന്തിനാ ചോദിച്ചേ, മമ്മിക്ക് ഉറങ്ങാൻ പറ്റുന്ന ടെൻഷനായി വാക്കുട്ടിട്ടുണ്ട്. അതിനുശേഷം വേറെ വീടൊക്കെ അല്ലേ, എനിക്ക് ടെൻഷനാവുക. ഇങ്ങോട്ട് വാ. അല്ലേ ശം അങ്ങനെ രുചി കണ്ടുപിടിക്കണ. പറ, എന്റെ കുട്ടി പറയാനുള്ള എന്ത് പറഞ്ഞു? അപ്പൊ ഞാൻ അങ്ങനെ ഉറങ്ങി കേട്ടോ. എന്നിട്ട് ഞാൻ മമ്മി എൻ്റെ അടുത്തൊന്ന് കിടന്ന് ഞാൻ അങ്ങനെ ഉറങ്ങി. പിന്നെയാണ് മമ്മി പറയുന്നത്, മമ്മി എപ്പോഴും ഉറങ്ങിയിട്ടില്ല. 6 മണിക്ക് നീറ്റ് ചോറ് വെച്ചു, കറി വെച്ചു, തോരൻ വെച്ചു, പിന്നെ പിക്കിളുണ്ടാക്കി, കിച്ചണിലെ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് വെച്ചു, സാലഡ് ഉണ്ടാക്കിയിരിക്കുന്നു, എല്ലാം ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഒന്നും ആലോചിച്ച് നോക്ക്, ഇന്നലെ രാത്രി മമ്മി ഉറങ്ങിയിട്ടില്ല. ഇപ്പൊ ഒന്നും ഉറങ്ങണം കേട്ടോ. ഇനി കണ്ണൊക്കെ കണ്ടില്ലേ, തലവേദന ഒന്നും ഉറങ്ങാൻ പറ്റില്ല. ഞാനൊരു ഗസ്റ്റിന് കാണിച്ചിരുന്നു, ഇന്നലെ ഇവിടുന്ന് മുങ്ങിപ്പോയതാട്ടോ. ഇങ്ങോട്ട് വരൂ. ഏട്ടായി ഒക്കെ ഉണ്ടേ. ഞങ്ങള് ഷൂട്ടിന് പോയതിനു ശേഷം ചുമ്മാ എന്ത് പറയും, സാരി കൊടുത്തപ്പോ വലിയ ആളായില്ലേ, അയ്യോ എന്റെ ഭർത്താവ് ചീത്ത അറിയും, എന്റെ ഭർത്താവ് വീട്ടിൽ വന്നിരിക്കണ്ടാവും, എന്റെ ഭർത്താവിനെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇങ്ങനെയൊക്കെ ഓടിയിട്ട് അതിന് ശേഷം ഞങ്ങൾ ഏട്ടായി വെച്ചിട്ട് കളിയാക്കും. ഇങ്ങോട്ട് പോര്, ഇങ്ങോട്ട് പാ മുട്ടക്കുട്ടി ഹെയർ സ്റ്റൈലേ. ഇതാ ഇന്നലെ രാത്രി മുടി നയിച്ചത് ഇല്ല.
ഇന്നലെ രാത്രി തെണ്ടിയോണ്ട് പോയത് അവിടുന്ന്. എനിക്ക് ഉറക്കമില്ല അമ്മി, ഉറങ്ങിയിട്ടില്ല ഞാൻ. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഉറക്കി കിടത്ത്. ഇന്നലെ ഇവിടുന്ന് പോയതാ. ചായ കുടിക്കാൻ പോക്കൊരിപ്പോ ഒരു ശീലാക്കിണ്ട്. കാല് തല്ലി ഓടിക്കേണ്ടി വരും. അത് ഏട്ടായിനെ ഏൽപ്പിക്കണോ കാല് തല്ലി ഓടിക്കാൻ? ഏട്ടായോട് പറയും. ഇല്ലില്ല, ഏട്ടായിയോട് പറയും. ഇങ്ങനെ പോയി ഞാൻ ഏട്ടായിയോട് പറയും. ഏട്ടായി എന്നെ ഉപേക്ഷിച്ചാലോ? അയ്യോ എന്റെ കല്യാണം കഴിഞ്ഞതാ. അയ്യോ ഞാൻ എന്റെ മാലിട്ടില്ല. ഞാൻ എന്നെ ഭർത്താവ് വീട്ടിൽ കയറുകയും ചീത്ത പറയുമെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാന് കൈ വേനിക്കണം. പറ. ഹലോ ഗായ്സ്. എന്നിട്ടില്ലേ ഇന്നലെ പോയിട്ട് ഇന്നാണ് ഈ ചിമിട്ട് വരുന്നത്. ഒരു ചായ അറിയൂ, ഞാൻ വീട്ടിക്ക് രാത്രി നല്ല വൈകിട്ട് ഇങ്ങോട്ട് ഞാൻ കഴിക്കാൻ പോകാൻ വേണ്ടി ചോദിച്ചു. പക്ഷെ 11:30 കഴിട്ടുണ്ടായിരുന്നു. കുറച്ച് ദൂരത്തേക്കാ പോണത്, ഇത്തിരി ദൂരത്തേക്ക്. അപ്പൊ മമ്മി പറഞ്ഞു ഞങ്ങക്ക് നാളെ അമ്പലത്തേക്കൊക്കെ പോവാണ്, വാതിൽ ഉറക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ നാളെ കിടക്കാറുണ്ട്. അതൊന്നല്ല കാര്യം കൂടെ തിരിക്കും നേര് ഇവിടുന്ന് അച്ചും കൂടെ അച്ചു കൂട്ടാൻ വരും. ഇവള് അച്ചു കൂട്ടാൻ വരും. ഇവള് വാല് കേറിയിരിക്കും ബാക്കിൽ. ഇവരൊരു ചായ കുടിക്കാൻ പോകും. അവിടുന്ന് ജോയിൻ ചെയ്യും. ആരൊക്കെയാണ് എന്താമാരുടെ പേരൊക്കെ? പേരൊന്നും പറയണ്ട. ആ പേരും കൂടി എന്തിനാ മമ്മി? 3-4 ആൾക്കാരുണ്ട്. മൈനർ പൈലറ്റിന്റെ അവിടെ പോയിട്ട് പടക്കം പൊടിച്ചിട്ട് ആരെ തലയിൽ കൊണ്ടിട്ട് പൊട്ടിച്ച് ആകെ എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കിയിട്ടാ വരണത്. ഇല്ലേ, പടക്കം പൊടിച്ചില്ലേ? എന്നിട്ട് അവര് വന്നിട്ട് ചോദിച്ചില്ലേ ഇവിടെ ഇത്തിരി സമാധാനത്തിലിരിക്കണം, അതും ഇല്ലാണ്ടാക്കിന്ന് പറഞ്ഞില്ലേ? ഏട്ടായിട്ട് അതിവിടെ പറയാൻ പറ്റില്ല. അപ്പൊ കഴുത്ത് അപ്പൊ ഇന്നലെ എന്റെ അടുത്ത് ചായ കുടിച്ചിട്ട് വരാച്ചിട്ട് പോയതാട്ടോ. 11:30 ആരുടെ ട്രീറ്റ് എന്തുകൊണ്ട് വെച്ചിട്ട് പോട്ടെ ചോദിച്ചു. അപ്പൊ ശരിച്ചിട്ട് ഞാൻ പറഞ്ഞു എത്ര മണിയാ ചോദിച്ചു. 12 കഴിയും പറഞ്ഞു. 12 മണിക്ക് ആ കുട്ടി ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് ഇവിടെ കൊണ്ടാക്കണം അച്ചു. ആ കുട്ടിയും സേഫ് അല്ല, ഇവളും സേഫ് അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു അവളുടെ വീട്ടിൽ കിടന്നോന്ന് പറഞ്ഞു. അപ്പൊ അതല്ലേ നല്ലത്. ഇന്ന് ചായ കുടിക്കാൻ പോ, എന്റെ കാല് ഞാൻ ഇന്ന് ശരിയാക്കി തരാം. എന്നിട്ടില്ലേ നമ്മൾ ഇങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തു വിട്ടിട്ടില്ലേ? ഞാൻ എവിടെയും വിടാത്ത അമ്മ. ഇത്രേ ഉള്ളൂ. ഞാൻ വിടാത്ത അമ്മ. എന്താണ്, നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇവരുടെ ഇഷ്ടത്തിന് ഒരു 100%, ഒരു 95% ഞാൻ ഇവരുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കാറുണ്ട്. എന്നിട്ട് ഇവൾമാരുടെ പറച്ചിൽ എന്താ പറയാ, ഞാൻ ഒന്നിനും സമ്മതിക്കാത്ത അമ്മ. നിങ്ങളൊന്ന് പറയാട്ടോ. എന്തോ ഈ ഇടയ്ക്ക് എന്തോ കാര്യം പറഞ്ഞു. അവരമ്മയ്ക്ക് അങ്ങനെ വിടും, അല്ല അവരമ്മയ്ക്ക് അങ്ങനെ ചെയ്യും, ഇവരമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നു ഒരു വട്ടം പറഞ്ഞില്ല ഈ ഇടയ്ക്ക്. ഉറപ്പാണ്? സത്യം ചെയ്യാൻ പറ്റുമോ? സത്യം ചെയ്യാൻ പറ്റില്ല. അവരൊക്കെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ വിടും, ഇങ്ങനെ വിടും പറയും. ഞാൻ വിടുന്ന പോലെ പറയാറില്ല, കാരണം എന്റെ മമ്മി ഞാൻ വിടുന്ന പോലെയൊക്കെ എല്ലാരും വിട്ടാ മതി. ഞാൻ എന്തിനാ മുടക്കാററിയും? ഞാൻ എന്തിനാ മുടക്കറിയോ? ഈ രാത്രി വല്ലാതെ വൈകിട്ട് വരുന്നത് എനിക്കിഷ്ടമല്ല. അത് ഞാൻ പറയും. 12 ആദ്യം 10 മണിയാകുമ്പോഴേക്ക് വീട്ടിൽ കയറിയായിരുന്നു. അത് 11 ആക്കി. 11 ഇനി ഞാൻ വിടില്ല. പിന്നെ ഞാൻ എന്താ അറിയോ, പാവങ്ങളല്ലേ. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ അവർക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലോ. അതിപ്പോ ഞാൻ പറഞ്ഞു ഇനി ഞാനും വരണ്ട് പറഞ്ഞിട്ട് എന്നിട്ട് ഇന്നെ പിള്ളേര് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ കുറെ എനിക്ക് വെള്ളം പോലെ കളിച്ചോണ്ട് നടക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഞാനും എന്റെ ഉണ്ണിയും കൂടെ ജിമ്മിന് പോയി കറക്റ്റ് ഫുഡ് കഴിച്ച് ഞങ്ങള് കറക്റ്റ് സമയത്ത് ഞാൻ ഫുഡ് എന്താ ഉണ്ടാക്കി എന്നുള്ള കാണിച്ചു തരാം കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്റെ 7:30 ജോലിയൊക്കെ തീർന്നു. ഇപ്പൊ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ പോയിട്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. 7:30 ജോലിയൊക്കെ തീർന്നു. ഇത് പുതിയ ചട്ടി കേട്ടോ. നമ്മള് പുതിയത് വാങ്ങി മയക്കിയത്. ഇത് ആമസോണിൽ നിന്ന്, ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയൊന്നുമല്ല കേട്ടോ. ലിങ്ക് ഇല്ല. ഇത് നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചി കൊണ്ട് തന്നതാ. അപ്പോൾ നല്ല മുരിങ്ങടല കറി ഉണ്ട്. പിന്നെ മാങ്ങച്ചാറുണ്ട്, ചെറുപയർ തോരൻ, സാലഡ്. ഇത് നമ്മുടെ തൈരാട്ടോ. ഇത് ഞാൻ അന്ന് ലൈഫ് സ്റ്റൈലിൽ കണ്ടപ്പോൾ വാങ്ങിച്ച പാത്രമാണ്. നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് മാങ്ങ ഞാൻ ഉപ്പിട്ട് വെച്ചതാട്ടോ. ഇത് ഞാൻ ഇനി എണ്ണയൊന്നും ഇല്ലാതെ അച്ചാറിടും. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എൻ്റെ അടുത്ത് അച്ചാറിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കുപ്പിയിലിട്ട് വെച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് നല്ല അടിപൊളി അച്ചാറാണ്. ഒരു തുള്ളി എണ്ണ പോലും വേണ്ട. അപ്പം നല്ല അച്ചാറാട്ടോ. അപ്പം ഞാൻ ഇത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഉണ്ണി ചോറൊക്കെ വാർത്തിരിക്കുന്നു കേട്ടോ. പിന്നെ ചിക്കനൊക്കെ കിച്ചണൊക്കെ വൃത്തിയാക്കി. പിന്നെ നമ്മൾ
നമ്മൾ അവിടെയും പാത്രങ്ങൾ കഴുകി. എന്താ ശത്രുമണി ചീച്ചണേ? നമ്മള് പോന്നെ എന്തിനു ചീച്ചണത്? മമ്മി പറയാ ചിക്കനൊക്കെ വൃത്തിയാക്കി അപ്പൊ അങ്ങനെ വേണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സത്യം പറഞ്ഞ ഒരു 1.5 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ഉണ്ണി അടിച്ചോട് തുടച്ചു കേട്ടോ. പിന്നെന്താ പണിയുള്ളത് നമ്മളോടെ? പിന്നെ രാവിലെ ഞാൻ ചെടികളൊക്കെ നനച്ചു, അതൊക്കെ ചെയ്തു. അമ്പലത്തിൽ പോയി, അതൊക്കെ ചെയ്തു കേട്ടോ ഞങ്ങള് പക്ഷെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നത് 12 മണിക്കാണ്. ഞങ്ങൾ പറഞ്ഞില്ലേ നമ്മുടെ അടുത്ത ഗിവ് അവേ ലോഡിങ് ആണ്. അപ്പൊ എല്ലാവരും നമ്മുടെ ഉണ്ണിവ വ്ളോഗ്സ് കാണുന്ന എല്ലാവരും ഓടിപ്പോയിട്ട് ഇൻസ്റ്റാഗ്രാം നീതു കൃഷ്ണ 04, ഗീതു കൃഷ്ണ 05, മിനി കൃഷ്ണ 84 പോയിട്ട് ഫോളോ ചെയ്ത് വെക്കണം. നമ്മളിപ്പോൾ കൊടുക്കുന്നത് 3ാമത്തെ ഗിവ് അവേ ആണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഹാമറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് ഇതിലറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അപ്പോൾ ആരും ഒന്നും മിസ് ചെയ്യണ്ട. നിങ്ങൾക്ക് ജസ്റ്റ് ഫോളോ ചെയ്ത് വെച്ചാൽ നമ്മളിങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും അടുത്ത ഗീവ് അവേക്കുള്ള സാധനം എന്താ? അപ്പോൾ ഈ ബോക്സ് ചെറുതാട്ടോ. അപ്പോൾ ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി വലിയൊരു ബോക്സ് ആക്കിയിട്ട് സെറ്റാക്കണം. പിന്നെയും സർപ്രൈസ് ആയിട്ടുള്ള വിഷു കൈനീട്ടാണ് കേട്ടോ. പിന്നെ പ്രാവശ്യം ഈ ഗിവ് അവേ വിഷു കൈനീട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറേ ഡ്രസ്സുകളുണ്ടാവും, പിന്നെ കുറേ സാധനങ്ങൾ ഉണ്ടാവും, കൈനീട്ടം ഉണ്ടാവും, പിന്നെ കുറേ സാധനങ്ങൾ ഉണ്ടാവും അടിപൊളിയായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെയൊക്കെ ചെയ്യാം. ഞാനേ വേഗം തിരി ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് 12 മണിയായല്ലോ, ഞാൻ കുറച്ച് കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ കുഞ്ഞാപ്പീന് ഗീവ് അവേ കൊടുക്കണോ? ഏട്ടായി ചീത്തറിയില്ല പോവായിരുന്നു അല്ലേ? വല്ലാത്തൊരു ചോട്ടായും. എന്നിട്ട് നമ്മൾ അവിടുന്ന് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോ പറയാം, മമ്മി ഏട്ടായി വന്നിട്ടുണ്ടോ, നീ ചീത്ത അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഏട്ടായി വീട്ടിൽ വന്നിരിക്കുന്നുണ്ട്, ഭയങ്കര സീനവാന്ന് കിട്ടും കണക്കെന്നൊക്കെ പറഞ്ഞു. ശരി കിട്ടും മമ്മി, ഞാൻ എന്താ ചെയ്യാം, മമ്മിയും വീടെത്തിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഉണ്ണി എന്തോ പറയണ്ട, ഉണ്ണിയോട് ചോദിക്കാം. കണ്ണൊക്കെ യാഗം കിട് എന്താ പറയാ ചുമന്നു പറഞ്ഞിരുന്നല്ലോ. സൂപ്പറായിട്ട് നാടൻ ഭക്ഷണം എനിക്കിഷ്ടം. രസമുണ്ടോ? മുരിങ്ങയുടെ സെറ്റ് ആയിണ്ടോ? പുതിയ ചട്ടിയില് വെച്ചോ, കുഴപ്പമൊന്നുമില്ല അല്ലേ? ഒരു കുടിച്ചോ. എന്താ പിന്നെ കുട്ടീനെ മറ്റേ നമ്മുടെ പപ്പയുടെ സിസ്റ്ററിന്റെ മറ്റേ മോളുടെ കുട്ടീൻ്റെ ഇപ്പൊ അതാണ് ക്രഷ്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വേഗം ഉറങ്ങാൻ വിചാരിച്ചു കേട്ടോ. ഉണ്ണി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. ഞാൻ വെച്ച ഫുഡ് എനിക്കങ്ങനെ നമുക്കറിയാറില്ലല്ലോ ടേസ്റ്റ്, നമ്മൾ കഴിക്കുന്നല്ലാതെ. പക്ഷെ എന്തോ അറിയില്ല, രാവിലെ ഒന്നും കഴിച്ചില്ല. മോർണിംഗ് അവിടെ വേറെ ഉറങ്ങാത്ത മമ്മി മോർണിംഗ് വേറെ ഉറങ്ങി, ഞാനും ഉറങ്ങാൻ പോവാ കണ്ടോ? മോർണിംഗ് വരെ ഉറങ്ങാത്ത മമ്മിയും രാവിലെ വരെ ഉറങ്ങി. ഞാൻ എവിടെ കിടന്നു ആ തലവട്ടത്തിൽ വന്ന് കിടക്കും. ഉറങ്ങിട്ടില്ല അമ്മി. എന്നുണ്ട് 3:17 വിളിക്കണു. എനിക്ക് വാക്കുട്ടി ഇല്ലാണ്ട് ഒരു വെപ്രാളായിട്ട്. ഞാനപ്പില്ലേ മിനിമിച്ചൊക്കെ കളിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാരും കളിച്ചു കഴിഞ്ഞിട്ട് കടന്നുള്ളേ. സൂസൊക്കെ വെച്ച് വന്ന് കിടന്നപ്പോഴേക്ക് മമ്മി വിളിക്കണു. അപ്പൊ ഞാൻ പക്ഷെ ഉറങ്ങണ്ടേ വേഗം മെസ്സേജ് ഇട്ടിട്ട്. അവൾ ചോദിച്ചു എന്താ മമ്മി മിസ് ചെയ്തിട്ട് വിളിച്ചതായിരിക്കോ ചോദിച്ചു. മറ്റേ കുട്ടനെയൊക്കെ എന്തൊക്കെ ടെൻഷനായിട്ടേ രാത്രി കുട്ടീനെ വിടാൻ ഞാൻ ചില്ലായിരുന്നു. എനിക്ക് ചില്ലാണ്ട് എനിക്കറിയാം, ഞാനാ ചില്ലല്ലാത്തേ, ഞാൻ അമ്മയാണല്ലോ. അപ്പൊ എന്തായാലും ഞാൻ ഫുഡ് കഴിച്ച് നോക്കിയപ്പോ ഫുഡ് നല്ല ടേസ്റ്റ് കിട്ടും. മുരിങ്ങടല കറിയൊക്കെയാണ്, പിന്നെ മാങ്ങച്ചാറ്, ഇതൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ ചെറുപയർ. നല്ല വിശന്നപ്പോഴാ തോന്നുന്നു. ഉണ്ണി പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പൊ എന്തായാലും വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഞങ്ങൾ ഡെയിലി കരിക്ക് കുടിക്കുന്നുണ്ട്. ഞങ്ങൾ നാളെ അമ്പലത്തേക്ക് പോകും. എനിക്ക് എന്താ കരിക്ക് വാങ്ങാത്തത്? നാളത്തെ ഡെയിലി കരിക്ക് വാങ്ങിട്ട് വരും, എനിക്ക് തരില്ല, എനിക്ക് മേടിച്ചു തരില്ല. ഞങ്ങളോട് വരണം, വന്ന ആൾക്കാർക്കേ ഉള്ളൂ. കണ്ടോ ഇങ്ങനെ ഇവര് പോവും, അതിനോട് ഒറ്റയ്ക്ക് മേടിച്ചു. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു വാക്കുട്ടി നാളെ അമ്പലത്തിൽ പോണ്ട്, തണ്ടാൻ പോണ്ട, വീട്ടിലിരിക്കുന്നു. ഇവര് ജിമ്മ് പോകുമ്പോഴും അതെ. അപ്പൊ എനിക്ക് പൈസ ഇട്ടരണം കരിക്ക് കുടിക്ക് പറഞ്ഞിട്ട്. എന്റെ കുട്ടി പൈസ ഇട്ട് തരാറില്ലേ? കരിക്ക് കുടിക്കാൻ വേണ്ടി ഇട്ടരണം. ഇപ്പൊ അക്കൗണ്ട് ചെക്ക് ചെയ്ത് എന്തൊക്കെ പറഞ്ഞാലും ഉണ്ണിയുടെ അക്കൗണ്ടൊക്കെ ഉണ്ടാവും അവിടെ അക്കൗണ്ടിൽ. അത് മമ്മിക്ക് അറിയാം വേറൊരു പൈസ എന്റെ ഉണ്ട്, അതുകൊണ്ട് അതൊക്കെ മമ്മിക്ക് അറിയാം. അതുകൊണ്ട് വാക്കുട്ടിയുടെ അടുത്ത് എന്നും പൈസ ഉണ്ടാവും ഗൈസ്. അതുകൊണ്ട് നിങ്ങള് പൈസ ഉണ്ടെങ്കിൽ ഓരോന്നും പൈസ മേടിക്കും. എങ്ങനെ അറിയാം? 100 ആ മറ്റേ 200
നമ്മള് ഇട്ട് കൊടുക്കും, പക്ഷെ കയ്യിലുണ്ടാവില്ല കേട്ടോ. നല്ലൊരു സ്വഭാവം. കയ്യിലുണ്ടാവണതല്ല അത്. എനിക്ക് പിന്നീട് നമ്മൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടി തന്നെ ചോദിച്ച മമ്മി എന്ത് പറയുന്നത്, നിനക്കില്ല അന്ന് ആവശ്യത്തിന് തന്നു പറയും. അപ്പൊ ആ പൈസ നമ്മൾ അപ്പൊ ചെലവാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് അവർക്ക് ആവശ്യങ്ങൾ ചോദിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അങ്ങനെ അവർക്കറിയാം, എനിക്കറിയാം. എന്റെ കുട്ടിക്കാലത്തെ സ്ക്രീൻ കാർഡ് പോന്നു. ആ പരമ്പരം അമ്മ അത് ചെറുതായിട്ടൊന്ന് പൊട്ടിണ്ടോ, സ്ക്രീൻ കാർഡ് മാറ്റി തരണേ. ശരി ബൈ. അപ്പൊ നമ്മൾ സ്റ്റുഡിയോയില് വന്നതാട്ടോ. ഉണ്ണിവാവയ്ക്ക് 2 ടോപ്പ്. വാകുട്ടി വന്നില്ല കേട്ടോ. ഞാൻ 100 വട്ടം വിളിച്ചത്. അവൾ ആ പാലത്തിൽ ഇരിക്കുന്നുണ്ട്. മമ്മി എന്തേലും എടുക്കും, മമ്മി എന്തേലും എടുക്കാറ്. പക്ഷെ ഇപ്രാവശ്യം സ്റ്റുഡിയോയിൽ അങ്ങനെ കളക്ഷനൊന്നും ഇല്ല കേട്ടോ. ഇതൊന്നും കിട്ടിയില്ല അങ്ങനെ. അപ്പം നമുക്കിനി ലോലിപോപ്പിലും കൂടെ പോകണം. നമ്മളെ വണ്ടിയിൽ കയറിയപ്പോഴേ ഫുള്ള് ചിക്കൻ മണം കേട്ടോ. നമ്മളാണെച്ചാൽ പുറത്തൊന്നും കഴിച്ചിട്ടും ഇല്ല എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. നോക്കുമ്പോൾ തന്നെ നമ്മളൊരു ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. നമ്മളെ വീടിന്റെ തൊട്ടന്നെ ഉള്ളൊരു ഹൗസ് വാമിങ്. അപ്പോൾ അവര് വാക്കുട്ടി വന്നില്ലല്ലോ, അപ്പൊ അവര് വാക്കുട്ടിക്കുള്ള ഫുഡ് തന്നു വിട്ടതാ. അത് അതെ, അത് ഇവിടെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. ആ ബോക്സ് വണ്ടി കേട്ടോ, അത് ബോക്സ് ബാക്കിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ലോലിപോപ്പ്. എവിടെ ലോലിപോപ്പ്? അങ്ങോട്ട്. അപ്പൊ അതാണ് ഇങ്ങനെ മണക്കുന്നേ. അവര് സ്നേഹത്തോടെ വാക്കുട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞതാ. അപ്പൊ നമ്മള് സ്നേഹത്തോടെ കൊണ്ടുകൊടുക്കും.